إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവും ജയനിയന്ത്രവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ കേട്ടിരുന്ന നാവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കൂടിയാണ് ഇന്ന് സൂചിപ്പിക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിലായിട്ട് നാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് വിഷയങ്ങളെ പ്രതിപാദിക്കുന്നു. സൂറത്തുൽ ഖലമിൽ അല്ലാഹു പറഞ്ഞ വളരെ മനോഹരമായ ഒരു ആയത്താണ് അവസാനത്തിൽ ഞാൻ ഓതി വെച്ചത്. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅതദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം. ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ സൂക്ഷിക്കേണ്ടതായ മേഖലകളെ അയാൾ എത്ര കണ്ട് ശ്രദ്ധിക്കണം എന്നത് ആവർത്തിച്ച് പല ആയത്തുകളായിട്ടാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരസ്പരം ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് ഒരു സത്യവിശ്വാസി
അവന്റെ അവയവങ്ങളിൽ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ അവയവമാണ് നമ്മുടെ നാവ് എന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ചിലപ്പോൾ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കും പരിഹസിക്കപ്പെടുന്നവർ. വലാ നിസാഉ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. സ്ത്രീകളെ, നിങ്ങളൊരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ പരിഹസിക്കരുത്. കാരണം പരിഹസിക്കപ്പെടുന്ന സ്ത്രീയായിരിക്കും പരിഹസിക്കുന്ന സ്ത്രീയെക്കാളും ഏറ്റവും നല്ലവരായിരിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടരുന്നുണ്ട്, വലാ തൽമിസു അൻഫുസകും. നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുത്. ആളുകൾക്ക് വേദനയുണ്ടാക്കുന്ന, സമൂഹത്തിനിടയിൽ ആളുകൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു പോകുന്ന, മാനസികമായി തകർന്നു പോകുന്ന വാക്കുകൾ നിങ്ങൾ പ്രയോഗിക്കരുത്. വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങൾ പരസ്പരം പരിഹാസ പേരുകൾ വിളിക്കരുത്. ആളുകളുടെ ശാരീരികമായ പോരായ്മകൾ, ബുദ്ധിപരമായ വൈകല്യങ്ങൾ, ആളുകളുടെ കുടുംബപരമായ ഏതെങ്കിലും നിരക്കുള്ള ചേരിതിരിവുകൾ, അതുപോലെയുള്ള വകഭേദങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് പേരുകൾ മറ്റൊരു പേരായി നിശ്ചയിക്കാറുള്ളത്. അങ്ങനെ അറിയപ്പെടുന്ന കുടുംബങ്ങളും കുലങ്ങളും വ്യക്തികളും നേതാക്കന്മാരും ഒക്കെ നമുക്ക് ചുറ്റും ജീവിച്ചു പോകുന്നത് നമ്മൾ അവർക്ക് അങ്ങനെയുള്ള പേരിട്ടത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, നിങ്ങൾ പേര് വിളിക്കരുത്. ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠതയെ ഉയർത്തിക്കാണിക്കുന്ന സൽപ്പേരുകൾ നിങ്ങൾക്ക് വിളിക്കാം. ഒരു എഞ്ചിനീയർ എന്ന് നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാം. ഒരു ഡോക്ടറെ ഡോക്ടർ എന്ന് നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെയുള്ള ആളുകൾക്ക് ശ്രേഷ്ഠതയും പ്രതാപവും നൽകുന്ന തരത്തിലുള്ള പേരുകൾ, അതുപോലെ പൊന്നുമക്കളെയൊക്കെ നമ്മൾ വിളിക്കുന്ന സ്നേഹം തുളുമ്പുന്ന ചെല്ലപ്പേരുകൾ, ഇതും നമുക്ക് വിളിക്കാവുന്നതാണ്. എന്നാൽ മറ്റുള്ള ആളുകൾക്കിടയിൽ അപഹാസ്യരാകുന്ന, അഭിമാനിതരാകുന്ന രൂപത്തിലുള്ള മോശമായ ആളുകളെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു മകനെ വിളിക്കുന്നതിലൂടെ തന്റെ പിതാവിനും പിതാമകനും വരെ പോറലേൽക്കുന്ന തരത്തിലുള്ള വിളിപ്പേരുകൾ നിങ്ങൾ വിളിക്കരുത് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വമല്ലം യതും ഫഉലൈക ഹുമുൽ ളാലിമൂൻ. നിങ്ങളിത് മനസ്സിലാക്കി നിങ്ങൾ പശ്ചാത്തപിക്കുന്ന പക്ഷം, ആ പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ അക്രമികളാണെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമീമത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. ഏഷണിയെ പറ്റി, ഐബത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതതറൂനമൽ ഐബ, അല്ലേ? എന്താണ് ഐബത്ത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു? പ്രവാചകൻ മറ്റൊരിക്കൽ പഠിപ്പിക്കുകയാണ് നമീമത്തിനെ കുറിച്ച്, ഏഷണിയെ പറ്റി. ഹിയ നഖലുൽ ഹദീദി മിൻ ഖൗമിൻ ഇലാ ഖൗം. ഒരു വാർത്ത ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് എത്തിക്കുന്ന പണിയാണ്. ഔ മിൻ ഇൻസാനിൻ ഇലാ ഇൻസാനിൻ ആഖർ. ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു വാർത്ത എത്തിക്കുന്ന ഏർപ്പാട്. അലവഹിൽ ഇഫ്സാദ്. അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അലവഹിൽ ഇഫ്സാദ്, അങ്ങനെയുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ന്യൂസ് ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ, ആ സമൂഹത്തിനും ആ കുടുംബത്തിനും ഉപദ്രവമല്ലാത്ത, ദുൽമല്ലാത്ത ഒന്നും അതിലുണ്ടാവില്ല. ആ വ്യക്തി ഇന്ന കാര്യം മറ്റേ ആളിലേക്ക് പാസ് ചെയ്യുന്നതോടെ പ്രശ്നങ്ങളായിരിക്കും അവിടെ രൂപാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, അതുപോലും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഇങ്ങനെയുള്ള കൈമാറ്റം, വാർത്തകൾ കൈമാറി, ഇതാണ് ഏഷണി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ നമ്മുടെ ഫോണുകളിൽ പ്രധാനമായും അതിലൊരു വലിയ റോള് നമ്മൾ നൽകുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ ചങ്ങാത്തങ്ങളിലും വരെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളായിരിക്കും ആ ബന്ധങ്ങളെ സുദൃഢമാക്കുന്നത് പോലും. സഹോദരിമാരെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ന പണിക്കാണോ എന്നത് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കിടയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ പലപ്പോഴും കുറ്റമറ്റതായി നിങ്ങൾക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളും വാർത്തകളും സ്ഥിരമായി സംസാരിക്കുന്നതിന്റെ പേരിലാണെങ്കിൽ ആ ബന്ധത്തെ നിങ്ങൾ പുനഃപരിശോധിക്കുക തന്നെ വേണമെന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. നിങ്ങൾ ധാരാളം സത്യം ചെയ്തു പറയുന്നവരെ അനുസരിക്കരുത്. ഒരുപാട് സത്യം പറയുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ.
ഹമ്മാസി മശ്ശാഇൻ ബിനമീം, കുത്തുവാക്ക് പറയുന്നവരെയും ഏഷണി പറയുന്നവരെയും നന്മക്ക് തടസ്സം നീക്കുന്നവരെയും നിങ്ങൾ അനുസരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. മന്നാഇദിൽ ഖൈരി മുഅ്തദിൻ അദീം, നന്മകൾ മുടക്കുന്ന ആളുകളെ നിങ്ങൾ അനുസരിക്കരുത്. അതിന് പുറമെ ദുഷ്കീർത്തി നേടിയവരായ യാതൊരാളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, അനുസരിക്കരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീതായി പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല ഈ യേശനിക്കാരൻ. യേശനി പറയുന്നവന് സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രയും വലിയ ഫിത്നയായിരിക്കും അതിലൂടെ ഉണ്ടാകുക. എന്താണ് ഫിത്നയുടെ ആ ഒരു അപകടം എന്താണ്? അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തെക്കാളും അതികഠിനവും പ്രയാസകരവുമാണ് ഫിത്ന എന്നത് കൊലപാതകത്തെക്കാളും ഗുരുതരമാണെന്ന് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ ആളുകളുടെ ഏതൊരു വ്യക്തിയെ കുറിച്ചാണ്, പണ്ഡിതന്മാരാകട്ടെ അതുപോലെ തന്നെ ആരെയാവട്ടെ, അവർക്കിടയിൽ നല്ലതോ ചീത്തയോ ആയ കാര്യങ്ങൾ സംസാരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നല്ലത് കൊണ്ട് തുടങ്ങി ചീത്ത കൊണ്ട് അവസാനിക്കുന്ന തരത്തിലാണ് നമ്മുടെ സംസാരമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും പരിശോധിക്കുക. നമ്മുടെ നാവിൻ തുമ്പ് കൊണ്ട് ആക്രമിക്കപ്പെടാത്ത എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് പരിശോധിക്കുക. അവരോട് മാത്രമാണ് നമുക്ക് സ്നേഹമുള്ളത്. അവരോട് മാത്രമാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ഉത്തരവാദിത്വം ചെയ്തിരിക്കുന്നത്. അവരോട് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള ഇടപാടുകൾ സൂക്ഷ്മതയോടുകൂടി നമ്മൾ നീക്കിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെ കാര്യത്തിലും നമ്മൾ അവരോട് ചെയ്യേണ്ടതായ കുറ്റമറ്റതായ സൂക്ഷ്മത നമ്മൾ പുലർത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയോ നമ്മളൊക്കെ പൊതുവേ വിചാരിക്കും, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നുമല്ലാതെ പറഞ്ഞത്, ഞാനിതാ അത്രയൊന്നും പറഞ്ഞിട്ടില്ല, ചെറുതായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകന്റെ ചരിത്രത്തിലുണ്ട്. പ്രവാചകൻ എനിക്ക് പറയുകയാണ്, എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ പറ്റി പറഞ്ഞതാണ്. ചെറിയൊരു വർത്താനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയതി കദാ വകദാ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ മറ്റൊരു പത്നിയായ സഫിയെ കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആ ഒരു ഹൈറ്റ് കുറഞ്ഞ താലി കതീറ, ആ വെള്ളത്തി പെണ്ണ്, അവരെ മതിയല്ലോ എന്തോ അങ്ങനെ എന്തോ ഒരു വർത്താനം പറഞ്ഞത്. നിങ്ങൾക്ക് ആ കുറിയ പെണ്ണ് അല്ലേ, അഫ്സ ആ കുറിയ പെണ്ണല്ല, അങ്ങനെ എന്തോ ഒരു പ്രയോഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുമന്നു. പ്രവാചകൻ അത് ഇഷ്ടമായി. പ്രവാചകൻ അവിടെ വെച്ച് ഗുണദോഷിച്ചു ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, യാ ആയിഷ ലഖദ് കുൻത കലിമതൻ ബിമാഇൽ ബഹ്രി ലമദ്ജ. ആയിഷ, നീ ആ പറഞ്ഞ വാക്കെങ്ങാനും ആ സമുദ്രത്തിൽ മുക്കിയാൽ ആ സമുദ്രത്തിന്റെ നിറം മാറിപ്പോകും. ആയിഷ, പറയരുത് എന്നതിനെ കമാൻഡ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. നിങ്ങൾക്കറിയുമോ, ആളുകൾക്ക് എത്ര കണ്ടത് പോറലേൽക്കുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാത്ത സംഗതിയാണ്. വളരെ നിസ്സാരമായി നമ്മൾ ചെയ്തതായിരിക്കാം, വളരെ അശ്രദ്ധാപൂർവം നമ്മൾ ഉപയോഗിച്ചൊരു പ്രയോഗമായിരിക്കാം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായ ബിലാൽ ഇബ്നു റബാഹയെ പറ്റി അബൂദർ അൽ ഗഫാരി ഒരു വാക്ക് പ്രയോഗിച്ചിരുന്നു. കറുത്തവരുടെ മകനെ എന്ന വിളിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ സഹാബത്തിന് വല്ലാതെ പ്രയാസമുണ്ടാക്കി. നിങ്ങൾക്കറിയാലോ, അന്ന് ഫതഹാന്റെ മരുഭൂമിയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ കൊല്ലാക്കൊല നടത്തിയിട്ടും എന്റെ റസൂലിനെയാണ് ഞാൻ വിശ്വസിച്ചത് എന്ന് ഉശിരോടെ പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ പ്രവാചകനെ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു. റസൂലുള്ളാഹിന്റെ ആ ഒരു വിയോഗത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാനാവില്ലെന്നും റസൂലുള്ളാഹിന്റെ മരണശേഷം എനിക്ക് പാൽക്കൊലി പോലും പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും സഹാബത്തിന് തെളിയിച്ചു കൊടുത്ത ബിലാലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന് ജീവിക്കുന്ന സമയത്ത് കിട്ടിയ സന്തോഷത്തിന് മുകളിലുള്ള ഒരു പ്രഹരമായിരുന്നു അബൂദർ അൽ ഗഫാരി കറുത്തവരുടെ മകനെ എന്ന വിളി. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു ബിലാൽ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അബൂദർ അൽ ഗഫാരിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂദർ, അബൂദറെ, എന്ത് പണിയാണ്, നിന്റെ ജാഹിലിയ്യത്ത് ഇപ്പോഴും തീർന്നിട്ടില്ലയോ എന്ന റസൂലുള്ളാഹിന്റെ ചോദ്യം വിറപ്പിച്ചു കളഞ്ഞു അബൂദർ അൽ ഗഫാരിയെ. എന്താണ്ടായത്? ബിലാൽ ഇബ്നു റബാഹയുടെ ചുമലിൽ കൈവച്ച് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അബൂദർ അൽ ഗഫാരി മാപ്പപേക്ഷിക്കുന്ന ഒരു രംഗമുണ്ട്. ബിലാലെ, എന്റെ മുഖം ഞാൻ ഈ മണലിൽ കിടത്തി വെക്കാം,
നിനക്ക് ചവിട്ടിയിട്ടാണെങ്കിലും അതിന്റെ പ്രായശ്ചിത്തം ഞാൻ നിർവഹിക്കാൻ റെഡിയാണ്. കാരണം ഇത് ഈ സെറ്റിൽമെന്റ് ഇവിടെ നിന്ന് നടക്കണം. ഈ ദുനിയാവിൽ അത് തീർന്നു പോകണം അതിന്റെ കഥകൾ. ഇതിന്റെ പേരിൽ പരലോകത്ത് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബിലാലിനോട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന നിലക്ക് മാപ്പപേക്ഷിക്കുന്ന ചരിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താ ഉണ്ടായത്? പൂർണ്ണമായി ക്ഷമിച്ചു കൊടുത്ത് സാരമില്ല എന്ന് പറഞ്ഞ് അവർക്കിടയിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ ഉദാത്തമായ ആ ഒരു ശ്രേണിയിലേക്ക് അവർ രണ്ടുപേരും വീണ്ടും പ്രവേശിച്ചു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്ക് മതിയാവും പ്രിയപ്പെട്ടവരെ. ആളുകൾക്ക് അത് എത്ര കണ്ട് പ്രയാസമുണ്ടാക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. നമുക്കിന്നറിയാം, ഇന്നത്തെ ദുനിയാവിൽ പുരോഗതിയുടെ ഉത്തുംഗതയിൽ ജീവിച്ച് വരുമാനത്തിന്റെ പറുദീസയിൽ ജീവിച്ച് മാന്യമായ കുടുംബ സംവിധാനത്തിലേക്ക് കടന്നു വന്ന ആളുകളെ പബ്ലിക്കിനിടയിൽ ചിലപ്പോൾ നമ്മൾ ആക്ഷേപിക്കുന്നു. ഈ പണ്ട് എന്തായിരുന്നു? എന്റെ വാപ്പ പണ്ട് ഇന്ന കച്ചവടമായിരുന്നില്ലേ? എന്റെ വാപ്പ പണ്ട് ഇന്നടത്തായിരുന്നില്ലേ? നിന്റെ ഉമ്മാക്ക് പണ്ട് ഇന്ന വീട്ടിലായിരുന്നില്ലേ എന്ന് പബ്ലിക്കിനിടയിൽ ചോദിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിലെ ഈ പറഞ്ഞ ഇരുണ്ട ഭാഗങ്ങളെ കറതീർത്തുകൊണ്ട് മറനീക്കി പുറത്തു വരുത്തുന്നത് ഈ സഹോദരന് വേദനയുണ്ടാക്കുന്നതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരത്തിൽ ഈ പറഞ്ഞ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ചികഞ്ഞെടുത്ത് വിളിച്ചു പറയുന്ന ഏർപ്പാട് നമുക്ക് ആർക്കും ഉണ്ടാകുന്നത് അഭികാമ്യമല്ല എന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയും സംസാരത്തിൽ നിന്ന് വരുന്ന വല്ലാത്തൊരു പ്രശ്നത്തിന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിൽ പ്രശ്നമാണ്. ദുനിയാവിൽ തന്നെ അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഖബറിൽ ഉജ്ജ്വലമായ ശിക്ഷയാണ്. ഖബറിൽ സഹിക്കാനാവാത്ത പ്രതിസന്ധികളാണ്. പരലോകത്ത് പ്രശ്നമാണ്. നരകത്തിൽ അതികഠിനമായ ശിക്ഷയാണ് ആ ആളുകൾക്ക് ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനടുക്കലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് 2 ഖബറുകൾ കാണിച്ചു കൊടുത്ത് പ്രവാചകൻ സഹാബത്തിനോട് പറയുന്നുണ്ട്, മർറ ബിഖബറൈനി യുഅദ്ദബാൻ ഇന്നഹു മാ യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീർ. ഈ 2 ഖബറിലുള്ള ആളുകളും സഹാബത്തെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. ഒന്നാമത്തെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ മൂത്രമൊഴിക്കുന്ന കാര്യത്തിൽ, ആ മൂത്രമൊഴിച്ചാൽ മനോഹരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളായിരുന്നു. അതിന്റെ ശിക്ഷയാണ്. മൂത്രത്തിന്റെ കാര്യത്തിൽ ആലോചിക്കണം. റസൂൽ പറഞ്ഞു, അദ്ദേഹമാണ് ഖബറിൽ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ ഫകാന യംശി ബിന്നമീമ. അയാൾ ദുനിയാവിൽ നമീമത്ത് പറഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. അയാൾക്കാണ് ആ ശിക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരിൽ അത്രയും പ്രശ്നമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദുനിയാവിലെ പ്രതിസന്ധികൾക്ക് പുറമെ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് പുറമെ, പബ്ലിക്കിൽ അപമാനിതരാകുന്നതിന് പുറമെ, കുടുംബ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും തകർത്തെറിയുന്നതിന് പുറമെ, നമ്മളുടെ മരണത്തോടുകൂടി നമ്മൾ പ്രവേശിക്കുന്ന ഖബറിലും നമുക്ക് പ്രയാസമുണ്ട് എന്നാണ്. മിഅ്റാജ് യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ശിക്ഷയുടെ സാമ്പിളുകൾ അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ പ്രവാചകൻ കാണുകയാണ്, ഓരോ വിഭാഗത്തെയും ഇങ്ങനെ കണ്ട് ഞെട്ടിത്തരിച്ച് ബേജാറോടെ ഇങ്ങനെ കടന്നു പോകുമ്പോ അതാ ഒരു വിഭാഗം ഒരു വിഭാഗം ആളുകൾ അവരുടെ കൈകളിൽ ചെമ്പിന്റെ നീണ്ട കൂർത്ത നഖങ്ങളാണ്. അവരവരുടെ മുഖങ്ങളും അവരുടെ പാർശ്വഭാഗങ്ങളും ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടഹാസത്തോടെ അവരുടെ കൈകൾ അത് ചെയ്യുകയാണ്. അവർക്ക് ഇഷ്ടമല്ലാതെ അവരുടെ പാർശ്വഭാഗങ്ങൾ അവരുടെ ചെമ്പിന്റെ കൂർത്ത നഖങ്ങളെ കൊണ്ട് പറിപ്പിക്കുകയാണ് പടച്ചവൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടി. പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലെ ആരാണ് ഈ വിഭാഗം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താണെന്നറിയോ? ജനങ്ങളുടെ ഇറച്ചി തിന്നവനായിരുന്നു അവൻ. ജനങ്ങളുടെ മാംസം തിന്നവൻ. ഹൈബത്തും നമീമത്തും ശീലമാക്കി ജീവിച്ചവനായിരുന്നു അവൻ. അവന്റെ ശിക്ഷയാണ് അത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാലിഹീങ്ങളുടെ ആളുകളായ ആളുകളിൽ ചരിത്രപരമായ ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിൽ വരെ ഒരുപാട് സൂക്ഷ്മതയേറുന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ സലഫു സ്വാലിഹീങ്ങൾ പ്രധാനിയായ അംർ ഇബ്നു ഉബൈദ് റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. അദ്ദേഹം പണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു, അൻസാരി എന്നൊരാൾ കഴിഞ്ഞ ദിവസം അയാളുടെ സദസ്സിൽ വെച്ച് താങ്കളെ പറ്റി മോശമായത് പറഞ്ഞിട്ടുണ്ട്.
ഈ സദസ്സിൽ വന്നിട്ടാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം അസ്വാനി എന്ന മനുഷ്യൻ താങ്കളെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, മോശമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അംർ ഇബ്നു ഉബൈദയുടെ മറുപടി എന്താണെന്നറിയോ? എന്തായത്? എന്താണ് സഹോദര, നീ അവിടെ ഉണ്ടായത് ഇവിടെ വന്ന് പറഞ്ഞുവല്ലോ, അവിടുത്തെ മജ്ലിസിൽ കാണിക്കേണ്ട സൂക്ഷ്മത നീ കാണിച്ചില്ല. എന്നെ പറ്റി എന്റെ സ്നേഹിതൻ പറഞ്ഞത് നീ അതിവിടെ എത്തിച്ചില്ലേ? ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം നീ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയില്ലേ? ശരിയായില്ല എന്നാണ് അംർ ഇബ്നു ഉബൈദ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞവനോട് ഈ വാചകം പറഞ്ഞു കൊടുക്കണം: ഇന്നൽ മൗത യഖിറൂന വൽ ഖബ്റു യദഉന വൽ ഖിയാമത്തു തജ്മഉന വല്ലാഹു യഹ്കുമു ബൈനനാ വഹുവ ഖൈറുൽ ഹാകിമീൻ. എല്ലാവരും മരണം രുചിക്കും, എല്ലാവരും ഖബറിൽ പ്രവേശിക്കപ്പെടും, അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടും, അല്ലാഹു വിധി കൽപ്പിക്കുകയും ചെയ്യും. അവനാണ് വിധികർത്താവിൽ ഉത്തമൻ. അതായത് മരിക്കുമെന്ന ബോധമുണ്ടെങ്കിൽ, ഖബറിന്റെ കാര്യം സ്മരണയിലുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ചോദ്യത്തെ ഭയമുണ്ടെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കരുത് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരു സദസ്സിലെ കാര്യം ഇപ്പുറത്ത് വന്ന് പറയും. എന്തിനാണ് നമ്മൾ പറയും എരിവ് കൂട്ടിക്കൊടുക്കാൻ? ഞാനായാലും നിങ്ങളായാലും സംസാരത്തിൽ ഈ പറഞ്ഞ ഫിത്നയാണ് അതിന്റെ പ്രതിഫലമായി കടന്നു വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനിയോ, ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു ആഗതൻ കടന്നു വന്നിട്ട് പറഞ്ഞു: ഇന്നി ഉരീദു അൻ ഉസിറ ഇലൈന ഹബീബ. ഖലീഫ, എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു സ്വകാര്യമാണത്. അപ്പോ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ തന്റെ സദസ്സിലുള്ള ആളുകളോടൊന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് മാറിയിരിക്കണം, ഞങ്ങൾക്കൊരു സ്വകാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സ്വകാര്യം പറയാൻ വേണ്ടി വന്ന ആഗതൻ ഖലീഫയുടെ അടുക്കലിരുന്ന് സംസാരം തുടങ്ങുന്നതിനിടയിൽ ഖലീഫ പറഞ്ഞു: കുറച്ച് കാര്യങ്ങളോട് പറയാൻ. ഞാൻ പറയുന്ന മൂന്ന് കണ്ടീഷനുകൾ താങ്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയാൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഖലീഫ പറഞ്ഞു: നിന്റെ സംസാരത്തിൽ എന്നെ പറ്റി മദ്ഹ് വരാൻ പാടില്ല കേട്ടോ. ഖലീഫ പറയാണ്, എന്നെ പറ്റി മദ്ഹ് പറയാനാണെങ്കിൽ നീ സംസാരിക്കേണ്ടതില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, കളവ് വരാനും പാടില്ല, നിന്റെ സംസാരത്തിൽ ഒരു കളവും വരാൻ പാടില്ല. മൂന്നാമത്തത്, താങ്കളുടെ സംസാരത്തിൽ ആരെങ്കിലും കുറിച്ചുള്ള ഏഷണിയോ പരദൂഷണമോ ആണെങ്കിൽ അതും പാടില്ല. ആ സമയത്ത് ആ മനുഷ്യനാകെ വിറച്ചു പേടിച്ചാറായി. അദ്ദേഹം പറഞ്ഞു: ഖലീഫ, എങ്കിൽ എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം, എനിക്കൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ആരെങ്കിലും തോണ്ടിയിട്ട് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയാലും, ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും മറവിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോഴും ഈ മൂന്ന് കണ്ടീഷനുകൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഏഷണിയും പരദൂഷണവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റാൻ നമുക്ക് സാധിക്കും. മൂന്ന് കണ്ടീഷൻ എന്താണ്? വലിയ അത്ഭുതമാണ് ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ പറഞ്ഞ ഒന്നാമത്തത് അത്ഭുതമാണ്. നിങ്ങൾ നോക്ക്, ആരെങ്കിലും പറ്റി ഏഷണിയോ പരദൂഷണമോ പറയാൻ വിചാരിക്കുന്ന ഒരു സ്ത്രീയെ എടുക്കുക. ആ സ്ത്രീ എന്താണ് ചെയ്യുക? നമ്മുടെ നാടിന്റെ ജീവിത ശൈലിയിൽ പറയുകയാണെങ്കിൽ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകും. തൊട്ടടുത്ത വീട്ടിലേക്ക് പോയാൽ ആദ്യത്തെ സംസാരം ഈ പോയിരിക്കുന്ന സ്ത്രീ തന്നെ സ്വീകരിക്കുന്ന സ്ത്രീയെ പറ്റി ഒരു മധു പറയും. നല്ല ഉടുപ്പാണല്ലോ, നല്ല വാക്സിയാണല്ലോ, ഇത് അടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു മധു അവിടെ ഉണ്ടാകും. അടിപൊളി അടുക്കളയാണല്ലോ, അടിപൊളി ചെടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു മധു അവിടെ കൊണ്ടുവന്ന് അവളെ താൻ പറയാൻ പോകുന്ന പരദൂഷണം കേൾക്കാൻ പറ്റിയ ഒരു ഭൂമികയിൽ ആ പെണ്ണിനെ ആദ്യം സ്ഥാപിക്കും, അല്ലേ? എന്നാലാണ് അടുത്ത വാക്ക്, അടുത്ത സെന്റൻസ് വരിക. അറിയില്ലേ, ഇന്ന ആള് അറിയുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ഖലീഫ പറഞ്ഞ ഈ പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ വെക്കുക. ഒന്ന് മതക്ക് വരരുത്. രണ്ടാമത്തേത് എന്താണ്? കളവ് വരാൻ പാടില്ല. എവിടുന്നോ കേട്ടതായിരിക്കും, അത് യാഥാർത്ഥ്യമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടാവില്ല, അതുകൊണ്ട് നിന്റെ വാക്കിന് കളവ് വരരുത്. മൂന്നാമത്തെ കണ്ടീഷൻ, ഏഷണിയോ പരദൂഷണമോ അത് വരാനും പാടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളെ മാനിച്ചുകൊണ്ട് അതോടൊപ്പം സലഫുകളായ ആളുകളുടെ ചരിത്രത്തിലെ ഈ രണ്ട് സൂക്ഷ്മതകൾ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മിക്ക രഹസ്യ യോഗങ്ങളിലും യാതൊരു നന്മയുമില്ല. എങ്ങനെയാണെങ്കിൽ ഇല്ലാ മൻ അമറ ബിസദഖ, സംസാരിക്കരുത്, ഇല്ലാ മൻ അമറ ബിസദഖത്തി ഔ മഅറൂഫി ഔ ഇസ്ലാഹി ബൈന الناس,
നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ മീറ്റിംഗ്, നിങ്ങളുടെ രഹസ്യയോഗം, ഈ യോഗങ്ങളിൽ ഒരു നന്മയുമില്ല, ഏതെങ്കിലുമൊക്കെയാണെങ്കിൽ എന്ന് പറഞ്ഞ് മാറുന്നുണ്ട്. വല്ല ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണെങ്കിൽ, അതേപോലെ സദാചാരം കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ ഈ സുൽഹ് ഏർപ്പെടുത്താൻ, ജനങ്ങൾക്കിടയിൽ നന്മ കൽപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള മീറ്റിംഗും എന്ന് മൂന്നതൊഴിച്ചാൽ ബാക്കി ഒരു മീറ്റിംഗിലും നന്മയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തനാജയ്തും ഫലാ തതനാജൂ ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തി റസൂൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അധർമ്മത്തിനും അതിക്രമത്തിനും റസൂലിനെ ധിക്കരിക്കുന്നതിനും വേണ്ടിയാകരുത്. വതനാദൂ ബിൽ ബിരി വത്തഖ്വ വത്തഖുല്ലാഹ അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. പുണ്യത്തിനും ഭയഭക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ രഹസ്യ സംഭാഷണം, ഉപദേശങ്ങൾ നടത്തുക. നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വകാര്യം പറഞ്ഞു, നല്ലതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മീറ്റിംഗ് കൂടിക്കൊള്ളു. നിങ്ങളുടെ മീറ്റിംഗുകളിൽ എന്തേ വരാൻ പാടുള്ളൂ? നിങ്ങളുടെ മീറ്റിംഗുകളിൽ നമ്മുടെ മഹല്ലിൽ ഒരു പാവപ്പെട്ട സ്ത്രീയുണ്ട്, നമ്മുടെ മഹല്ലിൽ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്, എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ എന്ന പോലുള്ള ചർച്ച. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ മീറ്റിംഗുകളിലൊക്കെയും പലപ്പോഴും അങ്ങനത്തതാണ് വരാറുള്ളത്. എന്നാൽ അങ്ങനെയുള്ള നന്മകൾ, രണ്ടാമത് പറഞ്ഞത് എന്താണ്? സദാചാരം കൈക്കൊള്ളാൻ. നമ്മുടെ നാട്ടിൽ തിങ്ങി വിളങ്ങി നിൽക്കുന്ന തിന്മകൾക്കെതിരെ എന്തൊക്കെ ചെയ്യാറുണ്ട് എന്ന ചർച്ചകൾ, സദാചാര ബോധം ആ സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് നമ്മൾ കൂടാറുണ്ട്. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ജനങ്ങൾക്കിടയിൽ നന്മ കൽപ്പിക്കാൻ, ഇസ്ലാഹ് നടത്താൻ, ജനങ്ങൾക്കിടയിൽ നന്മകൾ ഉണ്ടാക്കാനുള്ള പരിപാടികൾ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ മീറ്റിംഗുകൾ കൂടാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതിന്റെ എല്ലാവിധ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ഒരു അവസാനത്തിൽ പിശാച് കയറി വരും. നാലാമത്തെ ചർച്ച അരുതേ എന്ന് പറഞ്ഞ ചർച്ചകളായി പോകാതിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. മീറ്റിംഗുകൾ ഔദ്യോഗികമായി അവസാനിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 നന്മകളും ചെയ്ത സഹോദരങ്ങളെ, നാലാമത്തെ നമ്മളുടെ ചർച്ച പലപ്പോഴും ആരെയെങ്കിലും കൊണ്ടായി പോകാറുണ്ട്. അതാകുന്നതോടുകൂടി നേരത്തെ ചെയ്തതെല്ലാം പാപ്പിലാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരിക. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഇന്നമൻ നജ്വാ മിനശ്ശൈത്താൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, മിക്ക മീറ്റിംഗുകളും മിക്ക രഹസ്യ യോഗങ്ങളും പിശാചിൽ നിന്നാകും എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കൂടണമെന്നല്ലോ. എങ്ങനെയാണെങ്കിൽ അവിടെ പലപ്പോഴും ഈ പറഞ്ഞ കണ്ടീഷനുകൾ പാലിക്കാത്തതാണെങ്കിൽ പൈശാചികമായ ഇരുത്തങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്ന് ഖുർആൻ പറയുകയാണ്. എന്ന് ഖുർആൻ പറയുന്നുണ്ട്, ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിവാദിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ. സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയാകുന്നു, എന്നാൽ അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അവർക്ക് ഒരു ഉപദ്രവവും അയാളിൽ വരുത്താൻ സാധിക്കുകയുമില്ല. സത്യവിശ്വാസികളായ ആളുകൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള മീറ്റിംഗ് ഒരിക്കലും അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയില്ല. അയാൾ സുരക്ഷിതരായിരിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സംസാരങ്ങളിൽ, യാത്രകൾക്കിടയിൽ, മീറ്റിംഗുകൾക്കിടയിൽ, അതേപോലെ തന്നെ നമ്മളൊരു ഏതെങ്കിലും ഒരു സിറ്റിംഗിൽ, ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ചകളിൽ, ഫോൺ വിളികളിൽ, വാട്സപ്പ് ചാറ്റുകളിൽ ഒക്കെയും ശ്രദ്ധിക്കുക. പരസ്പരം നന്മകൾ പറയുന്ന, സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന, സമാധാനങ്ങൾ നൽകുന്ന ചർച്ചകളാക്കി മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിൽ വലിയൊരു റോൾ നമ്മളുടെ പ്രധാന അവയവമായ നാവിനുണ്ട്. ആ നാവിനെ സൂക്ഷിക്കുക. നരകമുണ്ട് എന്ന കാര്യം ഓർക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നാവ് കൊണ്ടുള്ള എല്ലാവിധ നന്മകളിൽ നിന്നും സൂക്ഷ്മതയോടുകൂടി മാറി നിൽക്കുവാനും ഒരിക്കൽ കൂടി ഉപദേശിക്കുക. ഇവിടെ പലപ്പോഴും അനുവദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അനുവദിക്കാത്തതൊക്കെ നമ്മൾ ചെയ്യുകയും അനുവദിക്കുന്നിടത്ത് ഈ ചില മേഖലകളിൽ നമ്മൾക്ക് ചിലപ്പോൾ അശ്രദ്ധയും ഉണ്ടാകാം. ഈ സംസാരങ്ങളിൽ അനുവദിക്കുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ സംഭാഷണം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യുഗ്നിൽ മദ്ലൂമ അൻ ദുൽമിഹി. നമ്മളൊരാളെ പറ്റി കംപ്ലൈന്റ് മറ്റൊരാളോട് പറയുന്നിടത്ത് പറയാൻ അനുവദിച്ച ഭാഗമാണെന്ന് ആക്രമിക്കപ്പെട്ടവന് തന്റെ അക്രമിയെ പറ്റി മറ്റൊരാളോട് പറയാം. മറ്റൊരാളോട് പറയാമെന്ന് പറഞ്ഞാൽ അധികാരികളായ, രക്ഷിതാക്കളായ, നിയമപാലകരായ, കോടതിയായ ഇങ്ങനെയുള്ള സംവിധാനത്തിനോട് പറയുമ്പോൾ അത് മറ്റേയാളെ പറ്റി പറയുന്നതാകുമോ എന്ന ഭയം നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് അനുവദിച്ചു തന്നത്. അതുപോലെ തന്നെ സാക്ഷിയാകാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു കാര്യത്തിന് സാക്ഷിയാകാൻ
വേണ്ടി വിളിച്ച് ഇന്ന ആളെപ്പറ്റി നമ്മൾ കോടതിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു മധ്യസ്ഥർക്കിടയിലോ പറയേണ്ടി വന്നാൽ മറ്റേ ആളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് കുറ്റമായി ഭവിക്കുമോ എന്ന ഭയം ആവശ്യമില്ല, ഇത് അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖുർആനിലെ സൂറത്ത് ബഖറയിൽ പറയുന്നത് വലാ തക്തുമു ഷഹാദ വമൻ യക്തുമഹാ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു. നിങ്ങൾ നിശ്ചയം എന്ത് വേണം? സാക്ഷ്യം പറയുക തന്നെ വേണം. നമ്മൾ കണ്ടൊരു സംഗതിയാണ്. പക്ഷെ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ ഇന്നത്തെ കാലത്താണ് വെറുതെ അതിന് തലമെന്ന ഞാനും അതിൽ പെടണ്ട എന്ന നിലക്ക് മാറിക്കളയാറുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? വലാ തക്തുമു ഷഹാദ, നിങ്ങൾ സാക്ഷ്യം മറച്ചു വെക്കരുത്. വമൻ യക്തുമഹാ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു, ആരത് മറച്ചു വെക്കുന്നുവോ അവന്റെ മനസ്സ് പാപഭംഗിതമാകുന്നു എന്നാണ് സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സാക്ഷി പറയേണ്ടത്, നമ്മൾ സാക്ഷി പറയാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില അവകാശങ്ങൾ വരെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അയാൾ നീതിതുല്യമായ ഒരു വിധി അയാളിലേക്ക് വരാതിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പരാതിക്കാരനായ അയാൾ പ്രതിയാകാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ദുരന്തത്തിലേക്ക് അത് കൊണ്ടുപോയാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സാക്ഷി പറയേണ്ടവനായി അല്ലാഹു നിശ്ചയിച്ച് നിന്നെ എത്തിച്ച ആ സംഭവത്തിന്റെ ഒരു ഭാഗവാക്കാക്കിയിട്ടും നീ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്കതിന്റെ പാപമുണ്ടെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റൊരു കാര്യം, ഒരാൾക്ക് കിട്ടേണ്ട അവകാശം നമ്മൾ മിണ്ടാതിരുന്നാൽ അയാൾക്ക് നഷ്ടപ്പെടും എന്ന ഘട്ടം വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ വിഷയത്തിൽ മിണ്ടാം. അതുപോലെ അന്വേഷണങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് വിവാഹ ബന്ധത്തിന് വേണ്ടി ഒരാൾ വന്ന് അന്വേഷിച്ചാൽ അവർക്ക് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് നോക്കിക്കോളൂ എന്ന് പറയും. എന്ന് വിചാരിച്ച് ഈ അന്വേഷിച്ചു വന്ന ആളെ പറ്റി നിങ്ങൾ വിളമ്പാനും പാടില്ല. ഞാൻ പറഞ്ഞത് അയാളെ പറ്റി. അതേപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരാൾ പറയുകയാണ് ഞാനും ഇയാളും ഇങ്ങനെ കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് താങ്കളുടെ അഭിപ്രായം? വേണ്ടട്ടോ, അയാൾ എന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എണ്ണി പറയണ്ട, എന്ത് പറയാം, നിങ്ങൾ പറ്റെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അത് ആ അപകടത്തിൽ നിന്ന് ഈ സഹോദരനെ അന്വേഷിച്ചു വന്ന ആളെ തട്ടിമാറ്റി രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെയാണ് കടം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കടം വാങ്ങാൻ വന്നു, ഒരാളിങ്ങനെ കടം ചോദിച്ചിട്ടുണ്ട്, എന്താണ് അയാളെ പറ്റിയിട്ട് നിങ്ങളതിനെ വെക്കാൻ. അയാൾ മോശമാണെങ്കിൽ അയാൾ ആ ഡീലിംഗ് സൂക്ഷ്മതയില്ലാത്ത ആളാണ്. കുറെ ആളുകൾ വാങ്ങിപ്പറ്റിച്ച കണക്കൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ നമുക്ക് എന്ത് പറയാം? നിങ്ങൾ അതിന് നിൽക്കണ്ടേ, നിങ്ങൾ പറ്റെങ്കിൽ എന്തെങ്കിലും സത്യമോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും കൊടുക്കാൻ കഴിയും കൊടുത്തോളൂ, അല്ല നിങ്ങൾ അവർക്ക് അത് കൊടുക്കേണ്ടതില്ല എന്ന് പറയാൻ തട്ടി ഒഴിവാക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം സൂക്ഷ്മതയോടെ. ഈ പറഞ്ഞ അനുവാദങ്ങൾ പലപ്പോഴും നമ്മൾ മറ്റുള്ള പല തിന്മകൾ ചെയ്യാനുള്ള ലൈസൻസ് ആക്കി എടുക്കാറുണ്ട്. അതിൽ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും സൂക്ഷ്മാലുക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിക്കുകയാണ്, ഇതാ നമ്മുടെ ദുൽഹിജ്ജ മാസം കടന്നു വരുന്നു. അവിടേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കാര്യങ്ങളിൽ നമ്മളെല്ലാവരും സൂക്ഷ്മതയോടുകൂടി ഒന്ന് കാര്യമായിട്ടൊന്ന് അടുക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യമായി നിർദ്ദേശിച്ച ഒന്നാണ്, കഴിവുള്ള ആളുകളാണെങ്കിൽ ആ കഴിവുള്ള ആളുകൾ നിശ്ചയമായും ഈ ഉദുഹിയ്യത്തിൽ പരികർമ്മം നിർവഹിക്കുക തന്നെ വേണം. ഒരു കണ്ടീഷനാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? മൻ വജദ സഅദൻ ലാ യുഖിയ ഫലാ യുദഹി ഫലാ യഹ്ദുർ മുസല്ലാൻ എന്താ പറഞ്ഞത്? ഉദുഹിയ്യത്തിന് കഴിവുണ്ടായിട്ടും അത് അറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. പലപ്പോഴും ആളുകൾ പലതിരക്ക് തെറ്റിദ്ധരിക്കാറുണ്ട്. എല്ലായിടത്തും ഇതുണ്ടല്ലോ, എന്തിനാണ് ഇത് ഇത്ര അധികം, എന്തിനാണ് വെറുതെ വാരി കൂട്ടാനാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്റേതായ യുക്തിയിൽ ഇതിനൊരു തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ബാക്കിയുള്ള കാര്യത്തിനൊന്നും അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടാവില്ല. കാരണം എന്താ? റേഷൻ കടയിൽ നിന്ന് അരി വരുന്നുണ്ടാവും, പക്ഷെ എന്നാലും അയാൾ വേറെ അരി വാങ്ങി തിന്നുന്ന മനുഷ്യനായി അല്ലേ? ഉദുഹിയ്യത്ത് തന്നെ ഇയാളെ ഏർപ്പെടാത്ത ഉദുഹിയ്യത്ത് ഒരു മഹല്യാരം കൊണ്ടെത്തുന്നു, അയാളത് വാങ്ങി കൊടുക്കും. രണ്ടാമത്തെ ആൾ കൊണ്ടെത്തുന്ന എനിക്ക് കിട്ടിയിട്ട് നിങ്ങൾ വേറെ എനിക്ക് കൊടുത്തോളി എന്ന് അദ്ദേഹം പറയാറുണ്ടോ? അത് പറയാറില്ല. അവിടെയൊക്കെ മൂപ്പർക്ക് എന്തില്ല, ഈ പറഞ്ഞ സൂക്ഷ്മതയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്കാകമാനം നിർദ്ദേശിച്ച വലിയൊരു സൽക്കർമ്മമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അവരവർക്ക് വേണ്ടി നിർബന്ധമായിട്ട് നിർവഹിക്കണമെന്ന് പറഞ്ഞ സ്വലാത്തിന്റെ നമസ്കാരത്തിന്റെ കൂടെയാണ് വൻഹർ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമസ്കരിക്കുക നിന്റെ റബ്ബിന് വേണ്ടി, വൻഹർ അറുക്കുകയും ചെയ്യുക എന്നാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകളെല്ലാം ആ കാര്യത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ പിറകോട്ട് പോകരുത്, ആവേശത്തോടുകൂടി മുന്നോട്ട് വരും. പിന്നെന്താ, ഇന്നത്തെ സാഹചര്യം, യുദ്ധം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ട്
വെറും ഉദയത്തിൽ മാത്രം പങ്കെടുക്കാത്തവരാകുകയും ബാക്കി എല്ലാറ്റിലും കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഈ യുദ്ധം അയാളെ ബാധിക്കുന്നില്ല, വീട്ടുകൂടലുണ്ടെങ്കിൽ അത് ബാധിക്കുന്നില്ല, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ബാധിക്കുന്നില്ല, വീട്ടിൽ മറ്റുള്ള ജോലികൾ പെയിന്റ് അടിക്കാൻ മറ്റുള്ള മെയിന്റനൻസിന് ഇതിനൊന്നും ഈ പറഞ്ഞ ടൈറ്റുകൾ ബാധിക്കാറില്ല. ഉദയത്തിന് മാത്രം ബാധിക്കുന്നിടത്താണെങ്കിൽ താങ്കൾക്ക് ചെറിയ ഒരു പൈശാചിക സന്ദേശത്തിൽ താങ്കൾ വീണുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു അലസത അതിൽ വന്നിട്ടുണ്ട്, താങ്കൾക്ക് ഒരു സൂക്ഷ്മത കുറവ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നത് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഈ ബലികർമ്മത്തിൽ നമ്മൾ തയ്യാറാകുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നന്മകൾ കുറഞ്ഞു പോകാതിരിക്കുക. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുന്നിൽ ഉണർത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് മരണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്, അപകട മരണങ്ങൾ. പ്രിയപ്പെട്ട ഈ മഹല്ലിലെ മുഴുവൻ നിവാസികളോടും പിന്നീട് ഈ ഹുതുബ കേൾക്കുന്ന ആളുകളോടും പറയുകയാണ്, നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയ മക്കളെ നമ്മൾ എങ്ങനെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു, വളർത്തുന്നു, അവർക്ക് എങ്ങനെ തർബിയത്ത് നൽകുന്നു, അവർക്ക് എങ്ങനെ തസ്ബീഹത്ത് നൽകുന്നു, അവരെങ്ങനെ വളർത്തി വലുതാക്കിയിട്ടുണ്ട് താങ്കൾ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ അപകടങ്ങളെയും സംരക്ഷണത്തോടെ സൂക്ഷ്മതയോടുകൂടി പ്രതിരോധിക്കാനുള്ള ബുദ്ധിയും സംവിധാനങ്ങളും നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വാതിലടക്കേണ്ട സമയത്ത് വാതിലടക്കാൻ, മൂടിവെക്കാൻ പറഞ്ഞത് മൂടിവെക്കാൻ, ബിസ്മില്ല ചെല്ലാൻ പറഞ്ഞിടത്ത് ബിസ്മില്ല ചെല്ലാനും, രാവിലത്തെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ചെല്ലാനും, അപകടങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കും, നിനക്കൊരപകടവും വരില്ല എന്ന് പറഞ്ഞ ബിസ്മില്ലാഹി ല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും 3 തവണ ചെല്ലാൻ പറഞ്ഞ പ്രവാചകന്റെ ആ പ്രാർത്ഥന, ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് സംരക്ഷണം നമ്മൾ ഏർപ്പെടുത്താനും, അതോടൊപ്പം വീടകങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ഒരുപാട് ആളുകൾ മരണപ്പെടുകയാണ്. പാമ്പുകളുടെ എന്താ പറയാ കൂടുതൽ അതിന്റെ ഉൽപാദന സമയം കഴിഞ്ഞ് കുട്ടികളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് അത്രയും. സമയങ്ങളിൽ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എല്ലാവരും തങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വീടകങ്ങളിൽ വൃത്തിയെല്ലാം ശുചിത്വമെല്ലാം പാലിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്കെല്ലാം ശ്രദ്ധയും ജാഗ്രതയും നടത്തിക്കൊണ്ട് കാര്യങ്ങളിൽ ഏറ്റവും നല്ല സന്മാർഗം ലഭിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അശ്രദ്ധ കൊണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അള്ളാഹു നമ്മെ അത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. മരണം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒപ്പം കഴിഞ്ഞ ആഴ്ച ഞാനൊരു സഹോദരിക്ക് അസുഖമായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് ആ സഹോദരിയുടെ ഓപ്പറേഷനാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. മാരകമായ എന്തോ ഒരു സംഗതി ആ ശരീരത്തിലുണ്ട്. അതിനെ എടുത്തു മാറ്റുന്ന ഒരു സർജറിയാണ് ഇന്ന് അവിടെ നടത്തുന്നത്. അള്ളാഹു വളരെ എളുപ്പത്തിൽ, മാത്രമല്ല ആ സഹോദരി ഇത്തവണത്തെ ഹജ്ജിന് നിയ്യത്താക്കിയ കരുതി വെച്ച ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു അപകടം വന്നത്. ആ സർജറി കഴിഞ്ഞ് പെട്ടെന്ന് ശിഫ വാങ്ങുകയും ആ ശിഫ ലഭിച്ചുകൊണ്ട് പരിശുദ്ധ ഹജ്ജിന് പോകാനുതകുന്ന തരത്തിൽ ആരോഗ്യം ലഭിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ നിലക്കും അവരെ സഹായിക്കുമാറാവട്ടെ. നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുവാനാവട്ടെ പെരുമാറാവട്ടെ. നമ്മളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. എല്ലാവിധ നന്മകളിലും ചേർന്ന് നിൽക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നല്ല മനസ്സും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد آمين برحمتك يا أرحم الراحمين.